കള്ളം പറയാമോ ഒരു കോടതി? അതും ബോധപൂർവം. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾക്ക് നിലനിൽപ്പില്ലെന്ന് വിധിച്ച് കേസ് തള്ളാം. പക്ഷെ പ്രോസിക്യൂഷൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയാമോ? പറഞ്ഞ കാര്യത്തെ വളച്ചൊടിക്കാമോ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആദ്യം ആ വിധിയിലെ നുണ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാം. പേജ് 1522, ഖണ്ഡിക 939. നുണ ഇതാണ്. Further, in the argument note filed by the special prosecutor at the last day of hearing, it is clearly stated that the visuals are not leaked from this court and the evidentiary value of P262 memory card remains intact. അർത്ഥം ഇങ്ങനെ: ഹിയറിംഗിന്റെ അവസാന ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ആർഗ്യുമെന്റ് നോട്ട് കൊടുത്തു. ഈ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്നും മെമ്മറി കാർഡിന്റെ തെളിവ് മൂല്യം അതേപടി നിലനിൽക്കുന്നുണ്ടെന്നും ആ നോട്ടിൽ പ്രസ്താവിച്ചു. കോടതി വിധിയിലെ ഈ പരാമർശം ശരിയാണോ, സത്യമാണോ? വിചാരണ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുമോ? അതിന് സാധ്യതയുണ്ടോ? കോടതി നടപടികളെ കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആർക്കും ഈ വാചകം ഒരു അമ്പരപ്പുണ്ടാക്കും. കാരണം ഒരിക്കലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ പറയാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവുക സ്വാഭാവികം. ആ സംശയം എങ്ങനെ തീർക്കും? ഈ പറഞ്ഞ ആർഗ്യുമെന്റ് നോട്ട് സംഘടിപ്പിച്ച് വായിച്ചു നോക്കുകയേ വഴിയുള്ളൂ. ഞങ്ങളത് സംഘടിപ്പിച്ചു, വായിച്ചു നോക്കി. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, ഈ പറയുന്നത് പോലൊരു പരാമർശം ആ ആർഗ്യുമെന്റ് നോട്ടിൽ ഇല്ല. ആർഗ്യുമെന്റ് നോട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ അതേ ഉത്തരവാദിത്വത്തോടെ തന്നെ ന്യൂസ് ബുള്ളറ്റ് കേരള ഉദ്ധരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം. ഇവിടെ ഉദ്ധരിക്കുന്ന ഈ ഭാഗം മാത്രം മതി എന്താണ് ഈ വിഷയത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാട് എന്ന് വ്യക്തമാകാൻ. The exhibit P673 marked to PW 260 is also state that the memory card was also accessed on 9th January 2018. The Honorable High Court has already conclusively recorded in the order dated 7th December 2023 that the memory card was also accessed on 9th January 2018. Therefore, this issue is not open for re-examination by this court. ഇത് വായിച്ചാൽ മെമ്മറി കാർഡ് ചോർന്നിട്ടില്ലെന്നാണോ ഈ ആർഗ്യുമെന്റ് നോട്ടിൽ പറയുന്നത്? അല്ല, ചോർന്നിട്ടുണ്ടെന്നും അത് ഹൈക്കോടതി വിധിയിൽ കൺക്ലൂസീവ്ലി റെക്കോർഡഡ് ആണെന്നുമാണ് പരാമർശം. അക്കാര്യം റീ എക്സാമിൻ ചെയ്യാൻ ഈ കോടതിക്ക്, വിചാരണ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വിചാരണ കോടതി ആ വിഷയത്തിൽ തുടരരുത്. ഇതാണ് ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സത്യം ഇതായിരിക്കെ ഈ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർഗ്യുമെന്റ് നോട്ടിൽ സർട്ടിഫിക്കറ്റ് നൽകി എന്നൊക്കെ വിധിന്യായത്തിൽ എഴുതി പിടിപ്പിക്കാൻ ഉളുപ്പില്ലേ എന്ന് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആർഗ്യുമെന്റ് നോട്ടിലെ തുടർന്നുള്ള ഭാഗങ്ങളും ഉദ്ധരിക്കാം. It is humbly submitted that the prosecution never contended that the illegal access to the memory card while it was in the custody of the committal court and the session courts has any significance in the prosecution of this case against the accused. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തത് 8ാം പ്രതിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രസക്തമല്ല. 8ാം പ്രതിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ ആരോപണമില്ല. ഇത് വേറെ കേസാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു എന്നാണോ യുവർ ഓണർ? ആർഗ്യുമെന്റ് നോട്ടിലെ അടുത്ത വാചകം നോക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആൻ ഇൻസിഡന്റ്. ആ മെമ്മറി കാർഡ് ചോർന്നതാണ് പരാമർശിക്കുന്നത്. വിച്ച് ought not have happened while the memory card was in the safe custody of the honorable courts. It is for the higher judiciary and the victim to pursue the remedial steps, since there is a clear finding in the final judgment that the memory card was unauthorizedly accessed on 3 occasions and that we failed to protect the victim's interest, resulting in a violation of her fundamental constitutional right. എത്ര വ്യക്തമായി, ക്ലിയർ ആയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തങ്ങളുടെ നിലപാട് പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതികളുടെ സുരക്ഷിതമായ കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്നും തന്റെ സ്വകാര്യത എന്ന അതിജീവിതയുടെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്, കോടതികൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ആ ആർഗ്യുമെന്റ് നോട്ടിലെ പരാമർശം. ഇനി അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കേണ്ടത് ഉയർന്ന നീതിപീഠങ്ങളും അതിജീവിതയുമാണെന്നും വ്യക്തമായി പറയുന്നു. അതായത് വിചാരണ കോടതിക്ക് ഈ കേസിൽ ഇനി ഒരു റോളും ഇല്ല എന്ന് തന്നെയാണ് ഈ ആർഗ്യുമെന്റ് നോട്ടിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആ വാദത്തെയാണ് ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു എന്ന് വിധിന്യായത്തിൽ എഴുതി പിടിപ്പിച്ചത്. എന്തിന്? ഇങ്ങനെ കള്ളം പറയാൻ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് എങ്ങനെ കഴിയുന്നു?
അപ്പീൽ പരിഗണിക്കുന്ന ഉപരിക്കോടതികളെല്ലാം ഈ ആർഗ്യുമെന്റ് നോട്ടും വിധിന്യായത്തിലെ പരാമർശവും വായിച്ചു നോക്കില്ലേ? വിധിന്യായത്തിൽ പറഞ്ഞത് അസത്യമാണെന്നും ആ അസത്യം പറഞ്ഞത് ബോധപൂർവമാണെന്നും ബോധ്യപ്പെടില്ലേ? അങ്ങനെ സംഭവിക്കുമെന്നും കൈയോടെ പിടിക്കപ്പെടുമെന്നും അറിയാമായിരുന്നിട്ടും ഇങ്ങനെ കള്ളം എഴുതി വെക്കാൻ വിചാരണ കോടതിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതാണ് അവസ്ഥയെങ്കിൽ ഈ സംവിധാനത്തിൽ എങ്ങനെ സാധാരണക്കാരൻ വിശ്വസിക്കും? ന്യായാധിപ കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ന്യായവും നീതിയും ചട്ടങ്ങളും വ്യവസ്ഥയും ഒന്നും നോക്കാതെ ഇങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? മെമ്മറി കാർഡ് സ്വന്തം കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആർഗ്യുമെന്റ് നോട്ടിലെ കാര്യങ്ങൾ തെറ്റായി, കപടമായി, വ്യാജമായി ചിത്രീകരിച്ചത് എന്തിന്? മേൽക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം തുടരുത് എന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ നിലപാട് തള്ളിയതെന്തിന്? ഈ ചോദ്യങ്ങളെല്ലാം നീളുന്നത് ഒരേ ഒരു സംശയത്തിലേക്കാണ്. മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് കട്ടെടുത്ത് ഉപയോഗിച്ചവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ കോടതി. ഒരു തവണയല്ല, 3 തവണ. 2018 ജനുവരി 9 രാത്രി 9:58 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗിച്ചിട്ടുണ്ട്. 2018 ഡിസംബർ 13 രാത്രി 10:58 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു ഡിവൈസിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗിച്ചിട്ടുണ്ട്. 2021 ജൂലൈ 19 അതായത് ഈ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെ ഏതാണ്ട് 35 മിനിറ്റ് ഒരു വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് ഈ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ, ഈ വിവോ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ 34 ഫോൾഡറുകൾ ആ ഫോണിൽ തുറന്നുവെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. അതും വാട്സാപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം ഫോൾഡറുകൾ. ആരുടെ ഫോണായിരുന്നു അത്? എന്ത് ലക്ഷ്യത്തിനാണ് ഈ മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തത്? കേരളം ഉറക്കെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും യുവർ ഓണർ. ആ വിവോ ഫോൺ ആരുടേതായിരുന്നു? എന്തിനാണ് വിചാരണ കോടതി ആ വിവോ ഫോണിന്റെ ഉടമയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നടന്നത് ഒരു കുറ്റകൃത്യമാണ്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യുക എന്നത് ഒരു കുറ്റകൃത്യമാണ്. IPC 378, 405, 408, 411, 425 വകുപ്പുകൾ പ്രകാരം, IT ആക്ടിന്റെ 66B, 66E, 67 എന്നീ സെക്ഷനുകൾ പ്രകാരം, കേരള പോലീസ് ആക്ടിന്റെ 119 സെക്ഷൻ പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണ് ഇതെന്ന് നിരീക്ഷിച്ചത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് K. ബാബു. അദ്ദേഹത്തിന്റെ ഉത്തരവിൽ ഇതെല്ലാം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കൃത്യം ചെയ്ത ഒരു കുറ്റവാളി ഉണ്ടാവില്ലേ? ആ കുറ്റവാളിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ ഒരു മോട്ടീവ് ഉണ്ടാവില്ലേ? അതൊക്കെ കണ്ടെത്തേണ്ടതല്ലേ? അത് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഏത് കോടതിയിൽ വെച്ചാണോ ഈ കുറ്റകൃത്യം നടന്നത് ആ കോടതി ഏകപക്ഷീയമായി വിധി പറയുകയാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം തന്റെ കോടതിയിൽ നടന്നിട്ടേ ഇല്ലെന്ന്, ഒന്നാം സാക്ഷിയുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടിട്ടില്ലെന്ന്. നോക്കൂ, ആദ്യത്തെ 2 തവണയും ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് പാതിരാത്രിയാണ്. കോടതി സമയത്തല്ല ആ കൃത്യം നടന്നത്. മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് കട്ടെടുത്ത് ആരോ സ്വന്തം വീട്ടിലോ മറ്റെവിടെയെങ്കിലുമോ കൊണ്ടുപോയി ദുരുപയോഗം നടത്തിയെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ ഡിവൈസുകളിലാണോ ഈ മെമ്മറി കാർഡ് പ്രവർത്തിപ്പിച്ചത് അവരെ എല്ലാം കണ്ടെത്തണം. ആ ഡിവൈസുകൾ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തണം. അതൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ സംഭവത്തിന് വിചാരണ നടക്കുന്ന SC 118/2018 എന്ന കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന അതിശക്തമായ നിലപാടാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. സാധാരണ എന്താണ് കോടതിയിൽ സംഭവിക്കുക? പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്ന കേസാണ് കോടതി പരിഗണിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിച്ചതോ നിലവിൽ വിചാരണ നടക്കുന്ന കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഭവമെന്ന് പ്രോസിക്യൂഷൻ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചാണ് 77 പേജ് വിധിന്യായത്തിൽ എഴുതി പരത്തിയിരിക്കുന്നത്. അച്ഛൻ പത്തായത്തിലില്ല, തന്റെ തലയിൽ കോഴിപ്പൂടയുമില്ലെന്ന് സ്ഥാപിക്കാൻ വലിച്ചു നീട്ടിപ്പരത്തി എഴുതി തകർത്തിരിക്കുന്ന 77 പേജുകൾ. എന്ത് വിലയാണ് ആ ഖണ്ഡികകൾക്ക്, വാചകങ്ങൾക്ക്, പേജുകൾക്ക് ഒരു നീതിന്യായ പരിശോധനയിൽ ഉണ്ടാവുക? എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? നടിയുടെ സ്വകാര്യതയ്ക്ക് ഒരു ഭംഗവും വന്നില്ല, എല്ലാം സുഭദ്രമെന്ന് ഒരു പ്രഖ്യാപനം എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഏകപക്ഷീയമായി വിധിയും പറഞ്ഞ് പൊടിയും തട്ടി പോകാനാവില്ല യുവർ ഓണർ. ഇങ്ങനെ വിസിലൂതി ഈ കളി തീർന്നുവെന്ന് നിങ്ങൾക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാനുമാവില്ല. ഈ വിചാരണ കോടതി വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ആർഗ്യുമെന്റ് നോട്ട് ഉണ്ടല്ലോ, ആ ആർഗ്യുമെന്റ് നോട്ടിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: An accused may attempt any method to escape liability and may stage any form of drama to support such an attempt. However, a prudent man will easily recognize such tactics. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി ഏതു മാർഗവും അവലംബിച്ചേക്കാം, അതിനെന്ത് നാടകവും കളിച്ചേക്കാം. എന്നാൽ വിവേകമുള്ള ആർക്കും ഈ തന്ത്രങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും.
ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി നാടകം കളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ നാടകത്തിൽ സ്വമേധയാ ഒരു വേഷം ചോദിച്ചു വാങ്ങി കോടതി ഇതുപോലൊരു അഭിനയം കാഴ്ചവെക്കുന്നതിന് കാരണം എന്താകാം? പൊതുജനം കഴുതയാണെന്ന് ധരിച്ചുള്ള ഇത്തരം ന്യായാധിപ സാഹസങ്ങൾ മേൽക്കോടതികൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുടെ നിലയില്ലാ കയത്തിലേക്കാണ് സമൂഹം എടുത്തെറിയപ്പെടുന്നത്. ആ ഗൗരവം ഈ കേസിൽ അപ്പീൽ കോടതികൾ പരിഗണിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കേരളം ഉറക്കെ ചോദിക്കേണ്ട ആ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 2021 ജൂലൈ 19 34 മിനിറ്റ് നേരം ആ മെമ്മറി കാർഡ് പ്രവർത്തിപ്പിച്ച വിവോ ഫോൺ ആരുടേതാണ് യുവർ ഓണർ? പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നിലനിൽക്കാൻ നിങ്ങളുടെ സാമ്പത്തിക പിന്തുണ കൂടിയേ തീരൂ. NBK100@FBL എന്ന UPI വിലാസത്തിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.